വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ പ്രഖ്യാപിച്ച പഞ്ചാബ് ബന്ദ് തുടരുന്നു. സമരക്കാർ വ്യാപകമായി തീവണ്ടി തടയുന്നുണ്ട്. 163 സർവീസുകൾ ഇതിനകം റദ്ദ് ചെയ്തു കഴിഞ്ഞു. അനൂപ് ദാസ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനൂപ്, ഇത്തരത്തിൽ തീവണ്ടി തടയുമ്പോൾ ഇത് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും പഞ്ചാബിലും ഡൽഹിയിലും പരിസരത്തുമൊക്കെയായിട്ട് വലിയ രീതിയിലുള്ള തീവണ്ടി ഗതാഗതത്തിന്റെ സ്തംഭനം ഉണ്ടായിട്ടുണ്ടോ? സമരം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പഞ്ചാബ് വഴിയുള്ള തീവണ്ടി ഗതാഗതം അത് സമ്പൂർണ്ണമായി തടസ്സപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. 163 ട്രെയിനുകളാണ് രാവിലെ മാത്രം സർവീസുകൾ റദ്ദാക്കിയത്. കർഷകർ പറയുന്ന കാര്യം, ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള സമയത്ത് തീവണ്ടി ഗതാഗതം, മറ്റ് ബസ് സർവീസുകൾ, എല്ലാ സർവീസുകളും ഞങ്ങൾ തടയുമെന്നുള്ളതാണ്. അതിൽ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ സമ്പൂർണ്ണമായി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട് 4 മണി വരെ. സർക്കാരിൻ്റെ ബസ് സർവീസ് 4 മണിക്കൂർ നേരം സർവീസുകൾ നിർത്തിവെച്ച് സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ചു. പാൽ വിതരണം നിർത്തിവെച്ചിട്ടുണ്ട്, പച്ചക്കറി വിതരണം നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് സമ്പൂർണ്ണമായി സകല മേഖലയും ഈ ബന്ദിനോട് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പഞ്ചാബിൽ കാണുന്നത്. പഞ്ചാബ് സർക്കാരിനെതിരെയല്ല സമരം, കേന്ദ്ര സർക്കാരിനെതിരെയാണ്. കേന്ദ്ര സർക്കാർ ഈ കർഷകരുടെ വിലയ്ക്കുള്ള താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തണമെന്നതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ഫെബ്രുവരി മാസം 13-ാം തീയതി മുതൽ ഈ ഹരിയാന പഞ്ചാബ് ബോർഡറിൽ നടത്തുന്ന സമരത്തിൻ്റെ തുടർച്ചയാണിത്. ഡിസംബർ മാസം 4, 6, 14 തീയതികളിൽ ഡൽഹിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കർഷകർ നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം ഹരിയാന പോലീസും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അർദ്ധസൈനിക വിഭാഗവും ചേർന്ന് തടയുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോഴും സമരം മുന്നോട്ട് പോകുന്നത്. വൈകിട്ട് 4 മണി വരെയുള്ള ബന്ദ് അക്ഷരാർത്ഥത്തിൽ പഞ്ചാബിനെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. രാജീവ്, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.